പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7012664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും മോദി സതീശൻ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ആരോപിച്ചു. ഒരു കാര്യം വ്യക്തമായി, ആര് തമ്മിലാണ് ഡീൽ ഉണ്ടായിരുന്നത് എന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായിട്ടുള്ള പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ഡീലിന്റെ പ്രതിഫലനമാണ് ഇത്. ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പുറത്തുവിടണം. ഇവരുടെ അവിശുദ്ധ ബന്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുന്നത്. നേരത്തെ രാധാകൃഷ്ണനും മൊയ്തീനും പറഞ്ഞതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. കേരളം അതിശക്തമായി ഈ വേട്ടയാടലിനെതിരായി കേരളം പ്രതികരിക്കും. അനേകം ഭരണകൂട ഭീകരതകളെ ജനകീയമായി നേരിട്ട കേരളം ഈ ആക്രമണത്തെയും ഒറ്റക്കെട്ടായി നേരിടും എന്ന കാര്യമാണ് പറയാനുള്ളത്. മുഖ്യമന്ത്രി VD സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറാകണം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കാൻ നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ ആക്രമണങ്ങളെ CPM ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരെ ശക്തമായി പ്രതികരണമുണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.